ഹലോ ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്നത് ഡ്രാഗൺ ബോൾ സൂപ്പർ ഗ്രനോള ആർക്കിന്റെ പാർട്ട് 11 ആണ്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലേക്ക് പോകാം. തുടക്കം തന്നെ 40 വർഷം മുൻപുള്ള സീരിയൽ പ്ലാനറ്റ് ആണ് കാണിക്കുന്നത്. ഇവിടെ നാമക്കിയൻസും ബാക്കിയുള്ള എല്ലാവരും നല്ല ഒത്തൊരുമയോടെ സന്തോഷത്തോടെയാണ് ജീവിച്ചു പോയിരുന്നത്. അങ്ങനെ പെട്ടെന്നൊരു ദിവസം ഫുൾ മൂൺ വരികയും അതോടെ ഒരുപാട് സ്പേസ് ഷിപ്പും വരുന്നു. അങ്ങനെ സ്പേസ് ഷിപ്പിൽ നിന്നും സെയ്യൻസ് വന്ന് ഡയറക്റ്റായി ഗ്രേറ്റ് ഏപ്സ് ഫോമിലേക്ക് മാറുന്നു. അങ്ങനെ അവിടെയുള്ള എല്ലാം തന്നെ സെയ്യൻസും ഫ്രീസയുടെ ആൾക്കാരും ഡിസ്ട്രോയ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഇതേ സമയം നമ്മുടെ നാമക്കനായിട്ടുള്ള മൊണൈറ്റോ ഡ്രാഗൺ ബോൾസ് എടുത്ത് ഭദ്രമായിട്ട് വയ്ക്കുന്നു. അങ്ങനെ ഈ ഒരു സമയത്താണ് ഗ്രേറ്റ് ഏപ്സ് ഫോമിലുള്ള ബാർഡോക്കിനെ അവിടെ കാണിക്കുന്നത്. നല്ല മാസായി അങ്ങനെ ബിൽഡിങ്ങിന്റെ മുകളിൽ കയറി നിൽക്കുമ്പോഴാണ് ഒരു ചെറിയ പയ്യൻ ഓടിപ്പോകുന്നത് കാണുന്നത്. ആ ഒരു ചെറിയ പയ്യൻ മറ്റാരുമല്ല, നമ്മൾ ഗ്രനോള തന്നെയാണ്. അങ്ങനെ നമ്മുടെ ആ ഒരു കുട്ടി ഗ്രനോള ഓടി ചർച്ചിന്റെ അകത്ത് കയറി തന്റെ അമ്മയെ കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ ഇതേ സമയം ഗ്രനോളയും ഗ്രനോളയുടെ അമ്മയും ഗ്രേറ്റ് ഏപ്പ് ഫോമിലുള്ള ബാർഡോക്കിനെ കണ്ട ഉടൻ തന്നെ നമ്മുടെ കുട്ടി ഗ്രനോള മയങ്ങി വീഴുന്നു. അപ്പോഴാണ് അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാവുന്നത് ആ സെയ്യൻസിന്റെ വീക്ക്നെസ് എന്ന് പറയുന്നത് ആ ഫുൾ മൂൺ ആണ്, അത് ഡിസ്ട്രോയ് ചെയ്താൽ മതി എന്ന്. അങ്ങനെ അവരിൽ ഒരുത്തൻ ആ ഒരു ഫുൾ മൂൺ ഡിസ്ട്രോയ് ചെയ്യുന്നു. അപ്പോൾ തന്നെ പഴയതുപോലെ സെയ്യൻസ് ഗ്രേറ്റ് ഏപ്പ് ഫോമിൽ നിന്നും നോർമൽ ഫോമിലേക്ക് മാറുന്നു. ഇപ്പോൾ നോർമൽ ഫോമിലുള്ള ബാർഡോക്കിനെയും അതുപോലെ ഗ്രനോളയും ഗ്രനോളയുടെ അമ്മയെയും കാണിക്കുന്നു. ഇതേ സമയം ഒരു ബ്ലാസ്റ്റ് ബാർഡോക്കിന്റെ നേരെ അറ്റാക്ക് ചെയ്യുന്നു. അപ്പോഴാണ് ബാർഡോക്ക് തന്റെ ഫാമിലിയിലുള്ള പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നത്. ബാർഡോക്കിന് ഒരു കുട്ടി ജനിക്കുകയും കേക്കറോട്ട് എന്ന പേര് കൊടുക്കുകയും തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഓർത്ത് ഇവരെ അറ്റാക്ക് ചെയ്യേണ്ട എന്ന് ബാർഡോക്ക് തീരുമാനിക്കുന്നു. ഈ സമയത്താണ് ടോറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെയ്യൻ വരുന്നത്. നിങ്ങളുടെ മിഷൻ കഴിഞ്ഞോ എന്ന് ബാർഡോക്കിനോട് ചോദിക്കും. ബാർഡോക്ക് പറയും, ഇവിടെ ഇനിയും 2-3 പേർ ജീവനോടെ ഉണ്ടെന്ന് തോന്നുന്നു, ആരെങ്കിലും അവിടെ ഉണ്ടെങ്കിൽ അവരെ കൊന്നിട്ട് വരാമെന്നും പറയുന്നു. അതിനുശേഷം വേറൊരു ചെറിയൊരു എനർജിയും സെൻസ് ചെയ്യുന്നു. അങ്ങനെ ഈ സമയമായിരിക്കും നമ്മുടെ മൊണൈറ്റോയെ കാണിക്കുന്നത്. ഡ്രാഗൺ ബോളൊക്കെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും. ഇതേ സമയം ആരോ അകത്ത് കയറുന്നു എന്ന് മനസ്സിലാക്കി ഡോറ് തുറന്ന് അകത്തേക്ക് കയറുമ്പോൾ തന്നെ മൊണൈറ്റോ അറ്റാക്ക് ചെയ്യും. അത് ബാർഡോക്ക് തടയുകയും ബാർഡോക്ക് ഗ്രനോളയും എടുത്തത് നമ്മുടെ നാമക്കൻ കാണുന്നു. ബാർഡോക്ക് ഇത് കണ്ട് ഞെട്ടി, എന്ത് നാമക്കനോ, എങ്ങനെ പെട്ടെന്ന് പവർ ലെവൽ കൂടിയത്? നേരത്തെ കുറവായിരുന്നല്ലോ, നിങ്ങൾക്ക് പവർ ലെവൽ കുറക്കാൻ കഴിയുമല്ലേ എന്നൊക്കെ പറയുന്നു. ഇപ്പോഴും സിറിയൻസ്, അതായത് ഗ്രനോളയും അവന്റെ അമ്മയും ജീവനോടെയുള്ള കാര്യം കണ്ട് സന്തോഷിക്കുന്നു. ഈ സമയം മൊണൈറ്റോ ചോദിക്കുന്നു, നീ സെയ്യനല്ലേ, നീ ശരിക്കും എന്താണ് പ്ലാൻ ചെയ്യുന്നത്? എനിക്ക് പ്രത്യേകിച്ച് പ്ലാൻ ഒന്നുമില്ല, എന്തോ നിങ്ങളെ എനിക്ക് രക്ഷിക്കണം തോന്നി, അത് ഞാൻ ചെയ്തു എന്ന് ബാർഡോക്ക് പറയുന്നു. അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് പോകുന്നു എന്ന് ബാർഡോക്ക് പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മൊണൈറ്റോ ചോദിക്കുന്നു, നിന്റെ പേരെന്താണ്? ബാർഡോക്ക്. അങ്ങനെ ഫ്ലാഷ് ബാക്ക് ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴുള്ള ടൈം കാണിക്കുന്നു. അങ്ങനെ ഈ ഒരു വിഷയം ഗ്രനോളയും അവിടെയുള്ള ഗോക്കു, വെജിറ്റ എല്ലാവരും തന്നെ മനസ്സിലാക്കുന്നു. അങ്ങനെ നാമക്കൻ ഗ്രനോളയോട് പറയുന്നു, ഈ വിഷയം ഞാൻ മറച്ചു വെച്ചതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം എന്നും ഗ്രനോളയോട് പറയുന്നു. അതുപോലെ ആ നാമക്കൻ ഗോക്കുവിനോടും പറയുന്നുണ്ട്, നിന്നെ കണ്ടിട്ട് ബാർഡോക്കിനെ പോലെയുണ്ട്, നീ അവന്റെ മകനല്ലേ എന്ന് ചോദിക്കുന്നു. സത്യം പറഞ്ഞ ഗോക്കുവിനെ ഇതിനെക്കുറിച്ച് ഒന്നും തന്നെ അറിയില്ല. എന്നെ ഗ്രാൻഡ് പ ഗോഹോൺ ആണ് വളർത്തി വലുതാക്കിയത്. അതുപോലെ ഞാൻ പണ്ട് തൊട്ടേ എർത്തിലാണ് വളർന്നു വന്നത്. അതുകൊണ്ട് സെയ്യൻസിനെ കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയില്ല എന്നും ഗോക്കു പറയുന്നു. ഈ സമയമാണ് വെജീറ്റ പറയുന്നത്, ഗോക്കു, നിന്റെ ഫാദർ തന്നെയാണ് ബാർഡോക്ക്. അങ്ങനെ ആ നാമക്കനും ഇത് കൺഫേം ചെയ്യുന്നു. ഈ ഒരു വിഷയം കേട്ടയുടൻ തന്നെ എല്ലാവരും ഞെട്ടുന്നുണ്ട്. അപ്പോൾ തന്നെ ഗ്രനോള പറയും, എന്നെ രക്ഷിച്ചവന്റെ മകനാണല്ലേ നീ? ഈ സമയം മൊണൈറ്റോയോട് നമ്മുടെ ഗ്രനോള ചോദിക്കും, എന്റെ അമ്മയ്ക്ക് അപ്പോൾ എന്താണ് സംഭവിച്ചത്? അപ്പോഴാണ് പിന്നെയും ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ആദ്യം തന്നെ നമ്മുടെ ബാർഡോക്കിനെ മൊണൈറ്റോ ഹീൽ ചെയ്യുന്നതാണ്. ഈ സമയമാണ് ബാർഡോക്കിന് ഈ നാമക്കൻസിന് ഇങ്ങനെ ഒരു ഹീൽ ചെയ്യാനുള്ള കഴിവുള്ളതൊക്കെ മനസ്സിലാവുന്നത്. അങ്ങനെ ഇവർ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് ആ ബാർഡോക്കിന്റെ സ്കൗട്ടറിൽ നിന്നും എന്തോ ഒന്ന് ഡിറ്റക്ട് ചെയ്യുന്നു. അങ്ങനെ അത് എന്താണെന്ന് നോക്കാൻ വേണ്ടി പോകുമ്പോഴായിരിക്കും നമ്മുടെ ഹീറ്റേഴ്സിനെ കാണിക്കുന്നത്, അതായത് നമ്മുടെ എലക്കുൺ ടീമിനെയും. ബാർഡോക്ക് ഇവരെ കണ്ട ഉടൻ തന്നെ ഞെട്ടുന്നു. ഇവർ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഇവർ ഫ്രീസയുടെ കൂടെ ഡീലിംഗ് വെച്ചവരല്ലേ എന്ന് മൊണൈറ്റോയോട് പറയും. അപ്പോഴാണ് എലക്ക് അവരുടെ ടീമിനോട് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ആരും തന്നെയില്ല, നമുക്ക് ഈ പ്ലാനറ്റ് സുഗേറിയൻസിന് വിൽക്കാം, അതിൽ ഇത്ര പങ്ക് ഫ്രീസയ്ക്ക് കൊടുക്കണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവർ സംസാരിക്കുന്നു. ഈ സമയം ബാർഡോക്കിന് മനസ്സിലാവും ഇവരും ഫ്രീസയെ പറ്റിക്കുകയാണ്. ഈ സമയത്തായിരിക്കും നമ്മുടെ കുഞ്ഞു ഗ്രനോള ബാർഡോക്കിനെ കാണുന്നത്. നേരത്തെ ഗ്രനോള ഓൾറെഡി ബോധം കെട്ട് വീണതുകൊണ്ട് എന്താണ് ഇവിടെ നടന്നതെന്ന് ഒരു പിടിയുമില്ല. ഉടൻ തന്നെ ഗ്രനോള ബാർഡോക്കിനെ കണ്ട ഉടൻ തന്നെ സെയ്യൻ സെയ്യൻ എന്ന് പറഞ്ഞ് അലറി വിളിക്കും. അപ്പോൾ തന്നെ എലക്കിന് അവിടെ ആരോ ഉണ്ടെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ മൊണൈറ്റോ പെട്ടെന്ന് ഷോക്ക് വേവ് ഒക്കെ കൊടുത്ത് ഗ്രനോളെ പിന്നെയും മയക്കും. അങ്ങനെ ഇതേ സമയം ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊണൈറ്റോയുടെ കയ്യിൽ നിന്നും ആ ഒരു ജാക്കറ്റ് വാങ്ങി ബാർഡോക്ക് ഇവരെ കൊല്ലുന്ന രീതിയിൽ അങ്ങ് നിൽക്കും.
അങ്ങനെ ഈ സമയത്ത് എലക്ക് അവിടെ കടന്നു വരുന്നു. അവരെത്തിയ ഉടൻ തന്നെ ബാർഡോക്ക് പറയും, ഞാൻ ഈ പ്ലാനറ്റ് നശിപ്പിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ തന്നെ എലക്ക് പറയും, ഓ അപ്പോൾ നീ ഫ്രീസയുടെ ആൾക്കാരാണല്ലേ, വേഗം തന്നെ അവരെ കൊന്നേക്ക് എന്നും ബാർഡോക്കിനോട് പറയുന്നു. അപ്പോഴാണ് പറയുന്നത്, ഈ നാമക്കൻ സാധാരണക്കാരനായിട്ടുള്ള ഒരാളല്ല, പലതരത്തിലുള്ള പവേഴ്സ് ഉണ്ട് എന്നൊക്കെ പറയുന്നു. ഇവരെ കൊല്ലുന്നതിന് മുൻപ് ഒന്ന് ചിന്തിച്ചാലോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു പറയുന്ന സമയത്തിൽ തന്നെ ഗ്രനോളയുടെ അമ്മയെ എലക്ക് വെടിവെക്കുന്നു. അപ്പോൾ തന്നെ ബാർഡോക്കും മൊണേറ്റയും ഷോക്കാകുന്നു. ഇവരെ രണ്ടുപേരും രക്ഷിക്കാനാണ് ഇതൊക്കെ ചെയ്തത്. അങ്ങനെ ആ ഒരു ദേഷ്യത്തിൽ ബാർഡോക്ക് എലക്കിനെതിരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വരും. ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ ഗ്യാസ് ഒരു ബാരിയർ ഉണ്ടാക്കും. അപ്പോൾ തന്നെ എലക്ക് പറയും, ഇവൻ ശരിക്കും ഫ്രീസയുടെ ആൾ തന്നെയാണോ? ഈ സമയം ഇവർ മറ്റൊരു സ്ഥലത്ത് ഒളിച്ചു നിൽക്കുന്നുണ്ടാവും. ഗ്രനോളയുടെ അമ്മയെ നമ്മുടെ മൊണേറ്റോ ഹീല് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പിന്നെയും ഫ്ലാഷ് ബാക്ക് കഴിഞ്ഞു. ഇപ്പോഴുള്ള ടൈമിലെ ഹീറ്റേഴ്സിനെ കാണിക്കുന്നു. നമ്മുടെ എലക്കും ടീമും ഓൾറെഡി ഒരു ഡ്രാഗൺ ബോൾ കണ്ടുപിടിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ അടുത്ത പാർട്ടുമായി പിന്നെ വരാം.